ഹായ്, നല്ല സോഫ്റ്റായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് പൊടികൾ നന്നായിട്ട് 3 തവണകളായിട്ട് ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 കോഴിമുട്ടയാണ് വേണ്ടത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അത് 2 തവണകളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോയുടെ കേക്ക് ഉണ്ടാക്കുന്ന ബൗളാണ്. ഇതിനകത്ത് ഞാൻ നെയ്യ് തടവി കുറച്ച് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തിരിക്കുന്ന ബൗളാണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഈ ബൗൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പ്രത്യേകിച്ച് ഓവനിലൊന്നും അല്ല കേട്ടോ ഞാൻ വെക്കുന്നത്. നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കേക്ക് നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.